Welcome, and pleased to meet you. Who are you? A messenger. ആരാ നീ? There is a message for you. Looking for your gun? Here it is. ആരാ നീ? ശിവ, Silence! Good. Silence before the storm. Musafir. That's my name. Now, look here. ഗുഡ് ഈവനിങ്. വർമ്മ സാർ ഇപ്പോ ചെറുതായെങ്കിലും ഒന്ന് ഭയന്നിരിക്കും, ശരിയല്ലേ? ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ തമ്മിൽ പിരിയുമ്പോ ഞാൻ സാറിന്റെ ആയുസ്സിനു വേണ്ടി പ്രാർത്ഥിച്ചു. വെൽ, മാൻ പ്രപ്പോസസ്, ഗോഡ് ഡിസ്പോസസ്. എന്റെ പ്രാർത്ഥന ദൈവം ചെവിക്കൊണ്ടില്ല. ആലോചിച്ചു നോക്കിയപ്പോ സാർ പറഞ്ഞത് ശരിയാ. സാറിന് വില എഴുതാൻ എന്റെ ചെക്കിലിൽ ചതുരക്കള്ളി തികയില്ല. അതുകൊണ്ട് ഒരുപാട് വേദനയോടെ ഞാൻ ഈ തീരുമാനമെടുക്കുന്നു. We will all remember you forever. I promise. The countdown begins now. 5, 4, 3, 2, 1. എനിക്കറിയാം നിന്നെ. You? No, don't say it. അപ്പോ കമ്മീഷന്റെ പ്രിലിമിനറി റിപ്പോർട്ടിൽ പറയുന്നത് സൂയിസൈഡിനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ ഒക്കത്തില്ലെന്നാ? യെസ് സർ. പക്ഷേങ്കില് ഇതിപ്പോ ഞാൻ നാളെ പുറത്തു പറഞ്ഞാൽ ആരും വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല. പ്രതിപക്ഷമോ മീഡിയയോ എന്റെ പാർട്ടിക്കകത്തുള്ള മഹാന്മാരോ ആരും കൺവിൻസ്ഡ് ആവത്തില്ല. DGP എന്തോ പറയുന്നു? ശരിയാണ് സാർ. സൂയിസൈഡ് തിയറിക്ക് ക്രെഡിബിലിറ്റി പോരാ. എക്സ്ക്യൂസ് മീ സാർ, വർമ്മ സാറിന്റെ പ്രസ് കോൺഫറൻസ് ആണ് എന്റെ തിയറിയിലെ ഏറ്റവും ക്രൂഷ്യൽ ഫാക്ടർ. ഇന്നലെ ഈവനിംഗ് ബൈ 6 o'clock CM ഹോം സെക്രട്ടറിക്ക് ഒരു ഓറൽ ഇൻസ്ട്രക്ഷൻ കൊടുത്തു. വർമ്മ സാർ നടത്തിയ പ്രസ് കോൺഫറൻസ് കുറിച്ച് അന്വേഷിച്ച ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം പറഞ്ഞു. വർമ്മ സാർ ആരായിരുന്നെന്നും എന്തായിരുന്നെന്നും ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. ഒരു റൊട്ടീൻ ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി തുടങ്ങുമ്പോഴേക്കും മനോവീര്യം മുഴുവനും ചോർന്നൊലിച്ച് ആത്മഹത്യ ചെയ്ത് പിൻവാങ്ങുന്ന ഒരു ഭീരുവായിരുന്നില്ല വർമ്മ സാർ. വെരി ട്രൂ. ഞാനാണ് എൻക്വയറി നടത്തുന്നതെന്ന് അറിഞ്ഞാൽ ഫോണിലൂടെയെങ്കിലും വിളിച്ച് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറയാൻ യാതൊരു മടിയുമില്ലാത്ത ആളായിരുന്നു അദ്ദേഹം. But he never called you. So, CM ഹോം സെക്രട്ടറി അന്വേഷണം ഏൽപ്പിച്ച വിവരം മരിക്കുന്നത് വരെ വർമ്മ സാർ അറിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു അന്വേഷണത്തിന് CM ഉത്തരവിട്ട വിവരം മീഡിയ അറിഞ്ഞിട്ടില്ല. എന്തിന്? ഇവിടെ വരുന്നത് വരെ ഞാനോ DG ഹെഡ്ക്വാർട്ടേഴ്സോ മറ്റാരും അറിഞ്ഞിട്ടില്ല. But you have come to know about it. How come? അത് പിന്നെ ഐ ഹേർഡ് പ്രസ് കോൺഫറൻസ് കഴിഞ്ഞ ഉടനെ CM വർമ്മ സാറിനെ ഗസ്റ്റ് ഹൗസ് വിളിച്ചു വരുത്തി എക്സ്പ്ലനേഷൻ ചോദിച്ചു. അതിന്റെ ഫോളോ അപ്പ് ആക്ഷൻ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോന്ന് CMന്റെ സെക്രട്ടറിയോട് അന്വേഷിച്ച് നോക്കിയപ്പോഴാണ്. And then you hastily concluded just because of that he committed suicide. അതുകൊണ്ട് മാത്രമല്ല സാർ, വർമ്മ സാറിന്റെ റെമിംഗ്ടൺ .36 റിവോൾവർ ആണ് ഇതിന് കാരണമായ വെപ്പൺ. അത് ഞങ്ങൾ റിക്കവർ ചെയ്തത് ബോഡിയുടെ റൈറ്റ് ഹാൻഡിനുള്ളിൽ നിന്നാണ്. വർമ്മ സാറിന്റെ അല്ലാത്ത ഒരു ഫിംഗർ പ്രിന്റും ആ ഗണ്ണിൽ ഉണ്ടായിരുന്നില്ല. Perfect. Too perfect. മാഞ്ഞുരാൻ, മരിച്ച വർമ്മയോട് നിങ്ങൾക്കുള്ള സ്നേഹവും കൂറും ഒക്കെ എനിക്ക് മനസ്സിലാകും. പക്ഷേ വസ്തുതകളായി കാണണം സർ. പിന്നെ നിങ്ങൾക്ക് ആർക്കും അറിയാത്ത മറ്റൊരു കാര്യം കൂടി ഈ ഓട്ടോപ്സി റിപ്പോർട്ടിലുണ്ട്. വർമ്മ ഒരു ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു. ബോൺ ക്യാൻസറിന്റെ അഡ്വാൻസ് സ്റ്റേജ്. റീജിയണൽ ക്യാൻസർ സെന്ററിലെ ഡോക്ടർ മുരളീധരനോട് രോഗം ഭേദമാകാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ചികിത്സ വേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ആ വിവരം വിദേശത്തുള്ള മക്കളോ മറ്റാരും അറിയരുതെന്നും, ഒരു തരത്തിൽ പറഞ്ഞാൽ
നീട്ടിക്കൊണ്ടുപോയ ഒരു ആത്മഹത്യയായിരുന്നു വർമ്മയുടെ ജീവിതം. അങ്ങനെയുള്ള ഒരാൾ എപ്പോ എന്ത് തീരുമാനമെടുക്കുമെന്ന് ആർക്കും പ്രവചിക്കാൻ ഒക്കുകയില്ല. ഞാനിത് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള മുൻവിധിയോടെ അല്ല. സത്യം പുറത്തു വരണം, അതെനിക്ക് നിർബന്ധമാണ്. അതിനിപ്പോ എന്റെ മുമ്പിൽ 2 വഴികളേ ഉള്ളൂ. ഒന്നുകിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടുക, അല്ലെങ്കിൽ കേസ് CBI ഏൽപ്പിക്കുക. തീരുമാനം ക്രൈംസ് DG മാഞ്ഞുരാന്റെ മറുപടി പോലിരിക്കും. മനസ്സിലായില്ല സർ. കേസ് ക്രൈംബ്രാഞ്ചിന് വിടാൻ ഞാൻ ഒരുക്കമാണ്. പക്ഷേങ്കിൽ പറയുന്ന സമയത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി സത്യം പുറത്തു കൊണ്ടുവരാമെന്ന ഉറപ്പ് നിങ്ങൾ എനിക്ക് തരണം. ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. സാറ് പറയുന്നത് പോലെ റിസൾട്ട് ഉണ്ടാവാൻ വേണ്ടി തന്നെയാ എല്ലാ അന്വേഷണങ്ങളും തുടങ്ങി വെക്കുന്നത്. പിന്നെ പലപ്പോഴും അത് ഉണ്ടാവാതെ പോകുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മാത്രം വീഴ്ച കൊണ്ടല്ല. അടുത്ത കാലത്ത് ഞങ്ങൾ ഏറ്റെടുത്ത 2 പെൺവാണിഭ കേസുകൾ മാത്രം നോക്കിയാൽ മതി കാര്യങ്ങൾ വ്യക്തമാകാൻ. അന്വേഷണം ഒന്ന് മുറുകി ഏതെങ്കിലും ഒരു ദിവ്യനിലേക്ക് ഗതി മാറിയാൽ അപ്പൊ തുടങ്ങും പ്രഷർ ഫ്രം ദ ടോപ്പ്, മിഡിൽ ആൻഡ് ബോട്ടം. സാറിന്റെ പാർട്ടിയിലെ കൊമ്പന്മാർ തൊട്ട് തറ വില പോലും ഇല്ലാത്ത ഞാഞ്ഞൂലുകൾ വരെ ഖദറിൽ ശരീരവും പൊതിഞ്ഞു പിടിച്ച് തിരുവനന്തപുരത്തോട്ട് വണ്ടി കയറും. അനുനയം, പ്രലോഭനം, ഭീഷണി. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും മനുഷ്യരാണ് സർ. ഐസ്ക്രീം അലിയുന്നത് പോലെ അവർ വഴങ്ങിപ്പോകും, സ്വാഭാവികം. വേണ്ട മാഞ്ഞുരാൻ, കൂടുതൽ ഷോ വേണ്ട. കാക്കിയിട്ടവന്റെ ധാർമ്മിക രോഷം കുറെ കണ്ടവനായി ഞാൻ. കാര്യം ഈ കസേരയിൽ ഇരുന്നിട്ട് അധിക നാളായില്ലെങ്കിലും കർത്തന് പുറകെ നിന്നുള്ള കളി തുടങ്ങിയിട്ട് കൊല്ലം 30 തന്നെ പോലെ കുറെ സാറന്മാരുടെ ഏനക്കേട് ഞാൻ തീർത്തിട്ടുണ്ട്. അതുകൊണ്ട് മൂപ്പിക്കരുത്. കേസ് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ചിന് ഞാൻ 2 ആഴ്ച സമയം തരും. സൗകര്യം ഉണ്ടേ ചെയ്യേ, അല്ലെങ്കിൽ എല്ലാം കൂടി പൊതിഞ്ഞു കെട്ടി ഞാൻ CBIക്ക് കൊടുക്കും. എന്തു പറയുന്നു സർ? ജനനായകൻ ദിവസവും ഈ അപമാനം ഇങ്ങനെ സഹിക്കേണ്ടി വരുമ്പോഴാണ് എല്ലാം കൂടെ വലിച്ചെറിഞ്ഞിട്ട് പോകാൻ തോന്നുന്നു. ഇഗ്നോർ ഇറ്റ് മാഞ്ഞുരാൻ. ഇപ്പൊ ചെയ്യേണ്ടത് താൻ ഈ ചലഞ്ച് ഏറ്റെടുക്കുക എന്നതാണ്. ജസ്റ്റ് പ്രൂവ് യുവർ മെറ്റൽ. ജോൺസൺ പറഞ്ഞത് ശരിയാ. ഞാനിതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കുന്നു. ഐ എം ഗോയിങ് ടു മേറ്റ് ഇറ്റ് അറ്റ് എനി ഡാം കോസ്റ്റ്. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ ചൂസ് ചെയ്യുമ്പോ മാഞ്ഞൂരൻ വളരെ ശ്രദ്ധിക്കണം. ചെറിയൊരു പിഴവിന് പോലും വലിയ വില കൊടുക്കേണ്ടി വരും. ആയനോ, അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അയാളെ വിളിച്ചു വരുന്നത്. അയാൾക്കൊന്നിലും പിഴക്കില്ല. He will win the game when it hands down. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഇരിക്കും. കൊച്ചിയിൽ നിന്ന് ഞാൻ രാവിലെ എത്തിയതേ ഉള്ളൂ. Didn't sleep a wink last night. ഇപ്പോ ആകെ ഒരു ഡിസി ഫീലിംഗ്. BP കയറിയിട്ടുണ്ട് ഉറപ്പ്. Had a tiff with the CM again? Sort of. വർമ്മ സാറിന്റെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണ ചുമതല നമുക്കാണ്. 10 മണിക്കുള്ള പ്രസ് കോൺഫറൻസിൽ CM അത് അനൗൺസ് ചെയ്യും. ഞാനും വർഗീസും കൂടി ഒരു ഡിസിഷൻ ഫൈനലൈസ് ചെയ്തു. You are going to take charge of the investigation. Sir. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ DIG ചന്ദ്രശേഖർ ഹെഡ് ചെയ്യുമെന്ന് ഇൻഫോം ചെയ്തപ്പോ CMന്റെ ഓഫീസിൽ നിന്നും റെസിസ്റ്റൻസ് ഉണ്ടായി. Predictable. But I stood my ground. ചന്ദ്രനെ പോലെ ജനസമ്മതിയും ട്രാക്ക് റെക്കോർഡുമുള്ള ഒരു ഓഫീസറെ അന്വേഷണ ചുമതലയിൽ നിന്നും ഒഴിവാക്കിയാൽ ഉണ്ടാകാവുന്ന ആഫ്റ്റർ എഫക്ട്സ് CMന് നന്നായി അറിയാം. Exactly. He will lose his credibility. ഈ കേസിന്റെ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നടത്തിയത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ രജത് നായിഡു ആണല്ലേ? യെസ്. ഈ ഫയലുകൾ മുഴുവനും നായിഡുവിന്റെ വിലപ്പെട്ട കണ്ടെത്തലുകളാണ്. കുക്ക്ഡ് അപ്പ് ഡിസ്റ്റോർട്ടഡ് സ്റ്റോറീസ് ഓഫ് എ പ്രിസ്യൂംഡ് സൂയിസൈഡ്. വർമ്മ സാർ ആത്മഹത്യ ചെയ്തതാണെന്ന് ആരും വിശ്വസിക്കാത്തൊരു കെട്ടുകഥ. സോ ടൈഗർ, യു ആർ ഓൺ ദ പ്രൗഡ്. മൈ പ്ലഷർ. ബട്ട് ബിഫോർ യു ഗെറ്റ് ഗോയിങ്, എനിക്ക് തന്നോട് ചിലത് പറയാനുണ്ട്. ഇൻ കോൺഫിഡൻസ്. തനിക്ക് വോഡ്ക മാത്രമല്ലേ പറ്റൂ. അതാ ഡ്രിങ്ക് ഓഫർ ചെയ്യാത്തത്. That's all right. You carry on, sir. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാ, CM എനിക്കൊരു ടൈം ഫ്രെയിം തന്നിട്ടുണ്ട്. 14 ദിവസം. അതിനകം നമ്മളെ കൊണ്ടായില്ലെങ്കിൽ കേസ് CBIയെ കൊണ്ട് ഒലത്തിക്കൊള്ളാവുന്ന. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കൊള്ളാവുന്ന ഒരു കേസ് പോലും തെളിയിച്ചിട്ടില്ലാത്ത CBIയുടെ പേര് പറഞ്ഞ് അയാൾ നമ്മളെ വിരട്ടുന്നു. ഹീസ് എ റെച്ചഡ് ക്രൂ. വല്ലാത്തൊരു കളി അയാൾ കളിക്കുന്നത്. 2 വെള്ളത്തിലും കാല് വെച്ച് റബ്ബർ പോലെ വലിഞ്ഞൊരു കളി. ശരിയല്ലേടൂ? CMന്റെ കളി തൽക്കാലം നമുക്ക് വിടാം സർ. വർമ്മ സാർ നടത്തിയ പ്രസ് മീറ്റിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതിൽ അദ്ദേഹം നടത്തിയ മുഴുവൻ വെളിപ്പെടുത്തലുകളും ലക്ഷ്യം വെക്കുന്നത് റവന്യൂ മന്ത്രി വർക്കിച്ചൻ നരിമറ്റത്തെയാണ്. വർക്കിച്ചൻ ഇസ് ജസ്റ്റ് എ ഫ്രണ്ട്. അയാളെ പിറകിൽ നിന്ന് നിയന്ത്രിക്കുന്നത് MP ജോൺ വേഗസ്. അതുകൊണ്ടാണ് CMഉം വർമ്മ സാറുമായി ഗസ്റ്റ് ഹൌസിൽ നടന്ന മീറ്റിംഗിൽ ദുബായ് ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് പോലും ജോൺ വേഗസിന്റെ പ്രസൻസ് ഉണ്ടായത്. സോ ടെററിസ്റ്റ് ലിങ്ക് ഉള്ള ഹവാല മാഫിയയെ കുറിച്ച് വർമ്മ സാർ പറഞ്ഞത് അത്രയും ഹിറ്റ് ചെയ്യുന്നത് ഇപ്പൊ തന്നെ സംശയാസ്പദമായ വിദേശ ബന്ധങ്ങളുള്ള ജോൺ വേഗസിനെയാണ്.
And John Verghese wouldn't relish that twist, for sure. ആ റൈറ്റ് യു ആർ. ജോൺ വർഗീസിനെ പിണക്കിയാൽ പിടിച്ചു നിൽക്കാൻ ഒക്കുകയില്ലെന്ന് അറിയാവുന്ന CM കേസ് അന്വേഷണത്തിൽ കയറി മേയാൻ നോക്കുക. 14 ദിവസം നമുക്ക് നമ്മളെ കൊണ്ടായില്ലെങ്കിൽ വേറൊരു ഏജൻസി, അവരെ കൊണ്ടും ആയില്ലെങ്കിൽ മറ്റൊരു ഏജൻസി. ഇതൊക്കെയാണെങ്കിലും വർമ്മ സാർ ഒരു ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു എന്ന വിവരം സാറിന് ഒരു ഷോക്കായിരുന്നു അല്ലേ? യെസ്. പക്ഷെ പിന്നെ ആലോചിച്ചപ്പോ അവിടെയും സ്വന്തം ക്യാരക്ടർ അനുസരിച്ചാ വർമ്മ സാർ പെരുമാറിയത്. പേഴ്സണൽ ട്രാജഡി ആരെയും അറിയിക്കാതെ അത് ബോൾഡായിട്ട് ഫേസ് ചെയ്തു, ഒറ്റയ്ക്ക്. ചന്ദ്ര, വർമ്മ സാർ എനിക്ക് മൂത്ത സഹോദരനെ പോലെയായിരുന്നു. ഫ്രണ്ട്, ഫിലോസഫർ ആൻഡ് ഗൈഡ്. അദ്ദേഹത്തിന്റെ മരണത്തിന് ഉത്തരവാദികൾ ആരായാലും അവർ രക്ഷപ്പെട്ടുകൂടാ. ഞാൻ തന്നെ മുൻപ് കേസേൽപ്പിച്ചപ്പോഴൊക്കെ ഒരു മിറക്കിൾ സംഭവിച്ചിട്ടുണ്ട്. ഐ ആം ഹോപ്പിംഗ് ഫോർ ദ സെയിം ടു ഹാപ്പൻ അഗെയിൻ. ഹിസ് ഗ്രേസ്. So, where do you start the game? With Commissioner Rajat Naidu? നോ, ഞാൻ ഈ കേസ് ഏറ്റെടുത്തപ്പോഴേ എന്റെ വരവിനായി പ്രിപ്പയർഡ് ആയിരിക്കും നായിഡു. സാറിന്റെയും CMന്റെയും മുന്നിൽ അവതരിപ്പിച്ച ആത്മഹത്യയുടെ പൈങ്കിളി കഥയ്ക്കപ്പുറമൊന്നും നായിഡുവിന് എന്നോട് പറയാനുണ്ടാവില്ല. Obviously, to start with, IG ചെറിയാൻ തുണ്ടി. വർമ്മ സാർ നടത്തിയ പത്രസമ്മേളനത്തിന്റെ ഈ ടേപ്പ് പ്ലേ ചെയ്തപ്പോൾ ഞാൻ കണ്ടത് IG ചെറിയാന്റെ സംഭ്രമം കലർന്ന മുഖമാണ്. ഒരു ഘട്ടത്തിൽ വർമ്മ സാർ സംസാരിക്കുന്നത് വിലക്കാൻ പോലും ചെറിയാൻ തുനിഞ്ഞിരുന്നു. ടാർഗറ്റ്, he is my primary target.